Because of some personal emergency, I have quit my transformation program for 15 days. ഒട്ടുമിക്ക ആളുകളിലും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് നമ്മൾ നല്ല രീതിയിൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്തു വരുമ്പോൾ ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകും, നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ജേർണി ബ്രേക്ക് ആയി പോകും. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇത് നിങ്ങൾക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു പ്രശ്നമല്ല, ജീവിച്ചിരിക്കുന്ന എല്ലാ ഹ്യൂമൻ ബീയിങ്സും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾ ഒരു കാര്യം മാത്രം മനസ്സിൽ വെക്കുക, ദിസ് ഈസ് നോട്ട് ആൻ എൻഡ്, ദിസ് ഈസ് ജസ്റ്റ് എ പാർട്ട് ഓഫ് ലൈഫ്. സോ ലൈഫിൽ ഡിഫിക്കൽട്ടീസ് വരുമ്പോൾ നമ്മളുടെ ഫിറ്റ്നസ് ഗോൾ എന്ന് പറയുന്നത് പ്രോഗ്രഷൻ അല്ല, മറിച്ച് മെയിൻ്റനൻസ് ഫേസിൽ നിൽക്കുക എന്നതാണ്. സോ ലാസ്റ്റ് 15 ഡേയ്സ് ഞാൻ ബിസി ആയിട്ടിരുന്നപ്പോൾ ഞാൻ എങ്ങനെ എൻ്റെ ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്തു എന്നതാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഐ വേക്ക് അപ്പ് ഏർലി മോർണിംഗ്, ദെൻ ഐ കംപ്ലീറ്റ് മൈ വർക്കൗട്ട് മോർണിംഗ് ഇറ്റ് സെൽഫ്. വർക്കൗട്ട് റൂട്ടീൻ 3 മസിൽസ് പെർ ഡേ. സെക്കൻഡ് വൺ, ബൾക്ക് കുക്കിംഗ്. മിനിമം 3 ഡേയ്സിലേക്കെങ്കിലും ഫുഡ് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നു. അപ്പോൾ നമ്മൾ എത്ര തിരക്കായാലും നമുക്ക് അത്യാവശ്യം ഡയറ്റ് മാനേജ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റും. തേർഡ് വൺ, ഔട്ട്സൈഡ് ഫുഡ് ചൂസ് വൈസ്ലി. ഈ 15 ദിവസം എൻ്റെ ഡിന്നർ പുറത്തു നിന്നായിരുന്നു. കമ്പാരിറ്റീവ്ലി ഹെൽത്തി എന്ന് എനിക്ക് തോന്നുന്ന ഗ്രിൽഡ് ചിക്കനോ അൽഫാമോ ആയിരുന്നു ഞാൻ ഡിന്നറിനെ ചൂസ് ചെയ്തിരുന്നത്, വിത്ത് 1 ടേബിൾ സ്പൂൺ മയോണൈസ്. സോ നല്ലൊരു ഫിസിക്ക് വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ ഡയറ്റ് ഒന്ന് തെറ്റി അല്ലെങ്കിൽ വർക്കൗട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെന്ന് എഴുതി എല്ലാം അവസാനിച്ചിട്ട് അത് വഴിക്ക് വെച്ചിട്ട് പോകുന്നതിലല്ല കാര്യം. ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തി പെട്ടെന്ന് തന്നെ തിരിച്ചു വരിക, പറ്റുമെങ്കിൽ പിറ്റേ ദിവസം തന്നെ. അങ്ങനെ തിരിച്ചു വന്നിട്ടുള്ളവർക്ക് മാത്രമേ നല്ലൊരു ഫിസിക്ക് സ്വന്തമാക്കാൻ പറ്റിയിട്ടുള്ളൂ. സോ സീ യു നെക്സ്റ്റ് വീഡിയോ.